നമസ്കാരം. എല്ലാ യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യു കെയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ബോൾട്ടണിൽ കാറും ടാക്സിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 4 പേർ കൊല്ലപ്പെട്ടു, 5 പേർക്ക് ഗുരുതര പരിക്കേറ്റിട്ടുണ്ട്. ബോൾട്ടണിലെ വിഗൻ റോഡിൽ ഇന്നലെ അർദ്ധരാത്രിക്ക് ശേഷമാണ് അപകടമുണ്ടായത്. 2 കാറുകളുടെയും ഡ്രൈവർമാർ മരണപ്പെട്ടവരിൽ ഉൾപ്പെടുന്നുണ്ട്. മരിച്ചവരെ ഇതുവരെ ഔദ്യോഗികമായി തിരിച്ചറിഞ്ഞിട്ടില്ല. അഗ്നിശമന സേനാംഗങ്ങൾ കാർ കട്ടിംഗ് ഉപകരണങ്ങൾ ഉപയോഗിച്ച് പൊളിച്ചാണ് ആളുകളെ കാറിൽ നിന്ന് പുറത്തെടുത്തത്. ഗുരുതര പരിക്കേറ്റ യാത്രക്കാരെ ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അപകടത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം തുടരുകയാണ്. ദൃക്സാക്ഷികളോ സംഭവത്തിന് മുമ്പും ശേഷവുമുള്ള ഡാഷ് ക്യാം വിവരങ്ങൾ, ദൃശ്യങ്ങൾ കൈവശമുള്ളവരോ പോലീസുമായി ബന്ധപ്പെടണമെന്ന് നിർദ്ദേശമുണ്ട്. ഇംഗ്ലണ്ടിന്റെ തെക്കുകിഴക്കൻ ഭാഗത്തുള്ള 10,000-കണക്കിന് വീടുകളിൽ കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കുവാൻ കഴിഞ്ഞിട്ടില്ലെന്ന് റിപ്പോർട്ടുകൾ. പല വീടുകളിലും ചൊവ്വാഴ്ച വരെ വെള്ളത്തിന്റെ വിതരണം തടസ്സപ്പെടുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. കെന്റ്, ഹോളിംഗ് കൌണ്ട്, ഹെഡ്കോട്ട്, ഇൽകോം, കിങ്സ്വുഡ്, സെഡൻ വാലൻസ് പ്രദേശങ്ങളിലെ ഏകദേശം 4,500ഓളം വീടുകളിൽ വെള്ളമില്ല. സസെക്സിലെ ഈസ്റ്റ് ഗെയിൻസ്റ്റഡിൽ മാത്രം ഏകദേശം 16,500 വീടുകളിൽ വൈദ്യുതി വിതരണവും തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഈസ്റ്റ് ബോണിലെയും അപ്പർ ഡിക്ക് ഗ്രാമത്തിലെയും ആളുകൾ സമാനമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അതേസമയം ദുരിതബാധിതരായ എല്ലാവരോടും സൌത്ത് ഈസ്റ്റ് വാട്ടർ ക്ഷമാപണം നടത്തുകയും തങ്ങളുടെ മുൻഗണനാ പട്ടികയിലുള്ളവർക്ക് വെള്ളം എത്തിക്കുന്നുണ്ടെന്ന് അറിയിക്കുകയും ചെയ്തു. SEWയുടെ നെറ്റ്വർക്കിലുടനീളമുള്ള നിരവധി പ്രശ്നങ്ങളാണ് വിതരണ പ്രശ്നങ്ങൾക്ക് കാരണമായിട്ടുള്ളത്. സ്റ്റോം ഗൊറാറ്റിയാണ് ഈസ്റ്റ് ഗെയിൻസ്റ്റഡിലെ തടസ്സങ്ങൾക്കും ഈസ്റ്റ് ബോണിലെ നെറ്റ്വർക്ക് മാറ്റങ്ങൾക്കും കാരണമായതെന്ന് കമ്പനി അറിയിച്ചു. ഇംഗ്ലണ്ടും വെയിൽസും ഉൾപ്പെടെ പ്രതിഷേധങ്ങൾ നിരോധിക്കുവാനുള്ള പോലീസ് അധികാരം വർദ്ധിപ്പിക്കുവാനുള്ള സർക്കാരിന്റെ പദ്ധതികൾക്കെതിരെ TUC, ഗ്രീൻ പീസ്, പാലസ്തീൻ സോളിഡാരിറ്റി ക്യാമ്പയിൻ എന്നിവയുൾപ്പെടെ 40ലധികം സിവിൽ സൊസൈറ്റി സംഘടനകൾ ഒന്നിച്ച് പ്രതിഷേധിച്ചു. ക്രൈം ആൻഡ് പോലീസിംഗ് ബില്ലിലെ ഭേദഗതി പ്രകാരം ഒരേ പ്രദേശത്ത് ആവർത്തിച്ച് നടക്കുന്ന പ്രതിഷേധങ്ങളുടെ ക്യുമുലേറ്റീവ് ഇമ്പാക്ട് പരിഗണിച്ച പ്രതിഷേധങ്ങൾക്ക് നിബന്ധനകൾ ഏർപ്പെടുത്തുവാൻ പോലീസിന് അധികാരം നൽകുന്നതാണ് സംഘടനകളുടെ കടുത്ത വിമർശനത്തിന് ഇടയാക്കിയത്. ഇത് അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും സമ്മേളന സ്വാതന്ത്ര്യത്തെയും ഗുരുതരമായി ബാധിക്കുന്ന നിയന്ത്രണമാണെന്ന് അവർ ആരോപിച്ചു. പലസ്തീന് പിന്തുണ അർപ്പിച്ചുകൊണ്ടുള്ള ദേശീയ തലത്തിലെ വലിയ പ്രതിഷേധങ്ങളെ തുടർന്നാണ് സർക്കാർ ഇത്തരം അധികാരങ്ങൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. മുൻ വെസ്റ്റ്ലാൻഡ് ഫാക്ടറിയായ യോയിലെ ലിയനാർഡോ ഹെലികോപ്റ്റേഴ്സിലെ 3000ഓളം തൊഴിലാളികൾ ആശങ്കയിൽ. മാർച്ച് അവസാനത്തോടെ സൈന്യം പുതിയ ഹെലികോപ്റ്ററുകൾക്കായി ഓർഡർ നൽകാത്ത പക്ഷം ഫാക്ടറി അടയ്ക്കുമെന്ന കമ്പനിയുടെ മുന്നറിയിപ്പ് യാഥാർത്ഥ്യമാകുമോ എന്ന ആശങ്കയിലാണ് തൊഴിലാളികൾ. ഇറ്റാലിയൻ ഉടമസ്ഥതയിലുള്ള ലിയനാർഡോ ആണ് ഈ സ്ഥാപനം നടത്തുന്നത്. 2024 ഫെബ്രുവരിയിൽ ആരംഭിച്ച ഏകദേശം $1 ബില്യൺ വില വരുന്ന ന്യൂ മീഡിയം ഹെലികോപ്റ്റർ കരാറിന് ലിയനാർഡോ മാത്രമാണ് ബിഡ് സമർപ്പിച്ചിരുന്നത്. എന്നാൽ കരാർ നൽകുന്നതിലുണ്ടായ താമസം ഫാക്ടറിയുടെ ഭാവിയെ തന്നെ അപകടത്തിലാക്കിയതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഈ ബിഡിന്റെ ബെസ്റ്റ് ആൻഡ് ഫൈനൽ ഓഫർ മാർച്ചിൽ കാലഹരണപ്പെടും. കരാറിലെ വിവിധ സമയപരിധികൾ പാലിക്കുവാൻ സാധിക്കണമെങ്കിൽ ജനുവരിക്കുള്ളിൽ തന്നെ കരാർ ലഭിക്കണം. മാർച്ച് ശേഷമുള്ള താമസം മുഴുവൻ പ്രക്രിയയും വീണ്ടും ആരംഭിക്കേണ്ട സാഹചര്യം സൃഷ്ടിക്കും. ഹെലികോപ്റ്ററുകളുടെ വില ലിയനാർഡോയുടെ സപ്ലൈ ചെയിനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതിനാൽ ഇത് അത്യന്തം നിർണായക ഘട്ടമാണെന്ന് വ്യവസായ വൃത്തങ്ങൾ വ്യക്തമാക്കി. ഫ്രഞ്ച് ആൽപ്സിലുണ്ടായ ഹിമപാതത്തിൽപ്പെട്ട ഒരു ബ്രിട്ടീഷ് സ്കീയർ മരണപ്പെട്ടു. 50 വയസ്സ് പ്രായമുള്ള സ്കീയറാണ് കൊല്ലപ്പെട്ടത്. 50 മിനിറ്റ് നീണ്ട തിരച്ചിലിനൊടുവിൽ 2.5 മീറ്റർ ആഴത്തിലുള്ള മഞ്ഞിനിടയിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയതെന്ന് അധികൃതർ അറിയിച്ചു. ലാപ്ലാൻഡ് സ്കീ റിസോർട്ടിൽ അപകടം നടന്ന സമയത്ത് ഇയാൾ ഔദ്യോഗികമായി അനുവദിക്കാത്ത ഓഫ് പീസ്റ്റ് മേഖലയിലായിരുന്നു സ്കീയിങ് നടത്തിയിരുന്നതെന്നും സംഘത്തോടൊപ്പം സ്കീയിങ് നടത്തിയിരുന്നെങ്കിലും മുന്നറിയിപ്പ് നൽകുന്ന ട്രാൻസ്ഫീവർ ഉപകരണമോ പ്രൊഫഷണൽ ഇൻസ്ട്രക്ടറുടെ മേൽനോട്ടമോ ഉണ്ടായിരുന്നില്ലെന്നും ലാപ്ലാൻഡ് അധികൃതർ അറിയിച്ചു. ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് നടന്ന രക്ഷാപ്രവർത്തനത്തിൽ മെഡിക്കൽ സംഘങ്ങൾ, സ്കീ സ്കൂൾ അധ്യാപകർ, പരിശീലനം ലഭിച്ച നായകൾ ഉൾപ്പെടെ 50ലധികം പേരാണ് പങ്കെടുത്തത്. ഈസ്റ്റ് ആൻഗ്ലേഴ്സിലെ ചാർലി സ്ലേറ്റർ എന്ന കഥാപാത്രത്തിലൂടെ പ്രശസ്തനായ ഇംഗ്ലീഷ് നടൻ ഡെറക് മാർട്ടിൻ അന്തരിച്ചു. 92 വയസ്സായിരുന്നു. ഡെറക്കിന്റെ കുടുംബ സുഹൃത്ത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് മരണവാർത്ത പുറത്തറിയിച്ചത്. 1960കളിലാണ് അദ്ദേഹം അഭിനയിക്കാൻ തുടങ്ങിയത്. തുടർന്ന് 50 വർഷത്തിലേറെയായി ബ്രിട്ടീഷ് ടെലിവിഷനിലും സിനിമയിലും ഡെറക് നിരവധി കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയിട്ടുണ്ട്.
ന്യൂസിലൻഡിനെതിരായ ഏകദിന പരമ്പരയിൽ ഇന്ത്യയ്ക്ക് വിജയത്തോടെ തുടക്കം. ആദ്യ ഏകദിനത്തിൽ 4 വിക്കറ്റിനാണ് ഇന്ത്യ ന്യൂസിലാൻഡിനെ തോൽപ്പിച്ചത്. ന്യൂസിലാൻഡ് ഉയർത്തിയ 301 റൺസ് വിജയ ലക്ഷ്യം 6 പന്തുകൾ ബാക്കി നിൽക്കെ 6 വിക്കറ്റുകൾ നഷ്ടപ്പെടുത്തി ഇന്ത്യ മറികടന്നു. ഇന്ത്യയ്ക്ക് വേണ്ടി വിരാട് കോഹ്ലിയും ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും അർദ്ധ സെഞ്ചുറികൾ നേടി. വിജയത്തോടെ 3 മത്സരങ്ങൾ അടങ്ങിയ പരമ്പരയിൽ ഇന്ത്യ 1-0 മുന്നിലെത്തി. യുകെയിലെ കുടിയേറ്റ നിയമങ്ങളിൽ വരുത്തുവാൻ സാധ്യതയുള്ള മാറ്റങ്ങൾ മലയാളി സമൂഹത്തെ എങ്ങനെ ബാധിക്കുമെന്ന ആശങ്കയിൽ അറിയിക്കാൻ മലയാളി പ്രതിനിധി സംഘം MK മലയാളീസ് മിൽട്ടൺ കെയ്ൻസ് MPയുമായും മേയറുമായും കൂടിക്കാഴ്ച നടത്തി. 10-15 വർഷം കഴിഞ്ഞാൽ മാത്രം ILR എന്ന രീതിയിലുള്ള നിയമപരിഷ്കാരം നടപ്പിലായാൽ അത് കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാക്കാൻ പോകുന്ന സാമ്പത്തികവും മാനസികവുമായ പ്രത്യാഘാതങ്ങൾ യോഗം വിശദീകരിച്ചു. കമ്മ്യൂണിറ്റിയുടെ വിവിധ മേഖലകളിൽ നിന്നുള്ള 22ഓളം പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുത്തു. മലയാളി പ്രതിനിധികൾ ഉന്നയിച്ച വിഷയങ്ങൾ അതീവ ഗൌരവത്തോടെയാണ് MP കേട്ടത്. വിഷയത്തിന്റെ ഗൌരവം ഉൾക്കൊള്ളുന്നുവെന്നും ഇത് പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്നും അദ്ദേഹം സംഘടനയ്ക്ക് ഉറപ്പു നൽകി. സമർസെറ്റ് ടോണ്ടനിൽ വെച്ച് സ്ത്രീയെ പീഡിപ്പിച്ച മലയാളിക്ക് 12 വർഷം തടവ് ശിക്ഷ വിധിച്ച കോടതി. തിരുവനന്തപുരം സ്വദേശി 29 വയസ്സുള്ള മനോജ് ചിന്താരയാണ് ശിക്ഷിക്കപ്പെട്ടത്. കേസിൽ ഇയാൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 11-ന് വിക്ടോറിയ പാർക്കിൽ വെച്ചാണ് സംഭവം നടന്നത്. തൊട്ടടുത്ത ദിവസം തന്നെ പരാതി ലഭിച്ചതിനെ തുടർന്ന് അന്വേഷണം ആരംഭിച്ച പോലീസ് അന്ന് തന്നെ പ്രതിയെ അറസ്റ്റ് ചെയ്തിരുന്നു. ശിക്ഷയ്ക്ക് ശേഷം പ്രതിയെ നാട് കടത്തുവാനും ജഡ്ജി സ്റ്റീഫൻ ക്ലൈനി ഉത്തരവിട്ടിട്ടുണ്ട്. PSLV C-62 ദൌത്യം പരാജയപ്പെട്ടു. റോക്കറ്റിന്റെ 3ാം ഘട്ട ജ്വലനത്തിൽ തകരാറുണ്ടായെന്നും വിശദാംശങ്ങൾ പരിശോധിക്കുകയാണെന്നും ISRO ചെയർമാൻ ഡോക്ടർ V നാരായണൻ അറിയിച്ചു. PSLV റോക്കറ്റിന്റെ 3ാം ഘട്ടം തകരാറിലാകുന്നത് തുടർച്ചയായി 2ാം തവണയാണ്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠരര് രാജീവർക്കെതിരെ രൂക്ഷ വിമർശനവുമായി BJP നേതാവ് ഡോക്ടർ KS രാധാകൃഷ്ണൻ. ദേവനെയും ഭക്തരെയും ഒരുപോലെ വഞ്ചിച്ച തന്ത്രിക്ക് ആ സ്ഥാനത്ത് തുടരുവാൻ യോഗ്യതയില്ലെന്നും തന്ത്രി നിഷ്കളങ്കനല്ല, മറിച്ച് വ്യാജരേഖ ചമച്ച പ്രതിയാണെന്നും അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആരോപിച്ചു. കോട്ടയം കാഞ്ഞിരപ്പള്ളി കൂവപ്പള്ളിയിലെ ഷേർലി മാത്യുവിന്റെ കൊലപാതകത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ഷേർലി മാത്യുവിനെ കോട്ടയം താഴത്തങ്ങാടി സ്വദേശി ജോബ് സക്കറിയ കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് വിവരം. കൊലപാതകത്തിന് ശേഷം ജോബ് തൂങ്ങി മരിക്കുകയായിരുന്നു. ഇരുവരും കുറെ കാലമായി ഒന്നിച്ചായിരുന്നു താമസം. ഷേർലിയും ജോബും തമ്മിൽ സാമ്പത്തിക ഇടപാടുകളുണ്ടായിരുന്നു. ഷേർലി ജോബിന്റെ കയ്യിൽ നിന്ന് പലതവണയായി പണം വാങ്ങിയിരുന്നു. പണമിടപാടിനെ ചൊല്ലി ഇരുവരും തമ്മിൽ തർക്കം നിലനിന്നിരുന്നു. ഇതിനിടെ ഷേർലിക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടായിരുന്നതും തർക്കത്തിന് കാരണമായെന്നും പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായി. കണ്ണൂർ പയ്യാവൂരിൽ സ്കൂൾ കെട്ടിടത്തിന്റെ മുകളിലത്തെ നിലയിൽ നിന്ന് വിദ്യാർത്ഥിനി താഴേക്ക് ചാടി. സേക്രഡ് ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിനിയാണ് താഴേക്ക് ചാടിയത്. കണ്ണൂരിലെ മിംസ് ആശുപത്രിയിലേക്ക് മാറ്റിയ പെൺകുട്ടി ഇപ്പോൾ വെന്റിലേറ്ററിലാണ്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.